വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ ഇങ്ങനെ ഒരു സത്സംഗത്തിനെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. എല്ലാവരും നാമജപം ചെയ്യുന്നുണ്ട്, വളരെ നല്ല കാര്യം. അതായത് നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം ഈ രണ്ട് പുസ്തകങ്ങളാണ് പരമപ്രധാനമായ പുസ്തകങ്ങൾ. ഭഗവത്ഗീത 108 ഉപനിഷത്തുകളുടെ സാരമായിട്ടും ഭാഗവതം 18 പുരാണങ്ങളുടെ സാരമായിട്ടുമാണ് കണക്കാക്കിയിരിക്കുന്നത്. ഒരു സനാതനധർമ്മം പാലിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്ന് പറയുമ്പോൾ 4 വേദങ്ങൾ, 18 പുരാണം, 108 ഉപനിഷത്ത്, 2 ഇതിഹാസം, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഒരു മനുഷ്യായുസ് കൊണ്ട് ഇതെത്രയും ഒരാൾക്ക് വായിച്ചു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ 2 പുസ്തകങ്ങളെയാണ് അതിൻ്റെ സാരമായി കണക്കാക്കിയിരിക്കുന്നത്. ഒന്ന് ഭഗവത്ഗീതയും ഇനിയൊന്ന് ഭാഗവതവും. ഭഗവത്ഗീതയിൽ 700 ശ്ലോകവും ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ശ്രീമദ് ഭാഗവതം എടുക്കാറില്ല. കാരണം എടുത്താൽ എല്ലാവരും പേടിച്ച് ഓടിപ്പോകും. ഈ 18,000 ശ്ലോകമൊക്കെ ഒരു മനുഷ്യായുസ് കൊണ്ട് വായിക്കാന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ട് ആദ്യം ഗീത. ഗീതയിൽ 700 ശ്ലോകമേ ഉള്ളൂ. ഇത് ഒരു കണ്ണാടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കണ്ണാടി എന്ന് പറയുന്ന ഒരു സാധനം സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പൊ ലോകത്തിൽ കണ്ണാടി എന്ന് പറയുന്ന സാധനം ഇല്ല, മിററില്ല. നമുക്ക് ആർക്കും തന്നെ നമ്മുടെ മുഖം എങ്ങനെയുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. എന്നാൽ മറ്റുള്ളവരെ മുഖമെല്ലാം നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ സ്വന്തം മുഖം കാണാൻ പറ്റില്ല. ഗീതയും ഭാഗവതവും ഒരു കണ്ണാടി പോലെയാണ്. സിന്ധുജി ക്യാമറ ഓഫ് ചെയ്തോളൂ, ബുദ്ധിമുട്ടാണ്. അവിടെ പുറത്തല്ലേ നിൽക്കുന്നത്, ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ഒരു കണ്ണാടി പോലെയാണ്. ഭഗവത്ഗീത അവസാനിക്കുന്ന സ്ഥലത്ത് വച്ച് ഭാഗവതം തുടങ്ങുന്നു. എവിടെയാണോ ഭഗവത്ഗീത അവസാനിക്കുന്നത് അവിടെ ഇരുന്ന് ഭാഗവതം. ഭഗവത്ഗീത എന്ന കണ്ണാടിയിൽ കൂടെ ഞാൻ എന്നെ തിരിച്ചറിയുന്നു. ഭാഗവതം എന്ന കണ്ണാടിയിൽ കൂടെ ഞാൻ ദൈവത്തിനെ അറിയുന്നു. ഇത് രണ്ടാണ് നമുക്ക് പരമപ്രധാനം. ഞാൻ എന്നെ തന്നെ തിരിച്ചറിയണം, പിന്നെ രണ്ടാമത്തത് ഈശ്വരനെ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈശ്വരനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും.
ഒരു യഥാർത്ഥ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് അവിടെയാണ്. ഭക്തി എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്. ഇപ്പോ ഒരു പെൺകുട്ടിക്ക് ഒരു യുവാവിനെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു യുവാവിന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. പക്ഷേ ആ പേരെന്താ, ആളാരാ, ഫോട്ടോ കാണിക്കുന്നില്ല, അദ്ദേഹത്തിന് എന്താ ജോലി, മാസ ശമ്പളം എന്താണ്, ഒരു വിവരവും ഇൻഫർമേഷനും കൊടുക്കാതെ നീ വിവാഹത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തികൾ തയ്യാറാവില്ല. എന്താ ആളുടെ പേര്, ഫോട്ടോ കാണിക്കൂ, എവിടെ ജോലി ചെയ്യുന്നു, എത്ര ശമ്പളമുണ്ട്, തിരിച്ചറിവുണ്ടാവണം. എന്നാൽ മാത്രമേ ഒരാള് ഒരു റിലേഷൻഷിപ്പിന് തയ്യാറാവുള്ളൂ. ഇനി വിവാഹം കഴിഞ്ഞാലും ശരിക്കും ഒരാൾക്ക് ഇനിയൊരാളെ മനസ്സിലാക്കാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തെന്ന് വരും. ആ സമയം കഴിയുന്തോറും രണ്ടുപേരും പരസ്പരം ഒരാളെ മറ്റൊരാൾ നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ അവരുടെ ബന്ധം വളരെ സ്ട്രോങ് ആവുകയാണ്. ഭക്തി എന്ന് പറയുന്നതും അങ്ങനെ ഒരു ശാസ്ത്രീയമായ റിലേഷൻഷിപ്പാണ്. ഞാൻ ദൈവത്തിനോട് ആ ഒരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം, ഈ ആധുനിക കാലത്ത് ഇത്രയും തിരക്കേറിയ ഒരു കാലഘട്ടത്ത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മനുഷ്യന് ആവശ്യമാണോ? നമുക്ക് ദൈവത്തിനെ തിരിച്ചറിയേണ്ടത് അത്ര നിർബന്ധമാണോ ഇന്നത്തെ ലൈഫിൽ? വളരെ നിർബന്ധമാണ്. കാരണം നമുക്കെല്ലാം മനസ്സ് എന്ന് പറയുന്ന ഒരു പാത്രമുണ്ട്, ഒരു ഹൃദയത്തിലൊരു പാത്രമുണ്ട്. എന്നും രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തോടാണെങ്കിൽ പോലും ഒരു സമയം കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, ഏകനാണ്. അവന് ആ പാത്രം നിറഞ്ഞാൽ മാത്രമേ ഉറക്കം വരികയുള്ളൂ. ഇപ്പൊ നോക്കിക്കോളൂ, വയസ്സായ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? വൈകുന്നേരം ആകുമ്പോൾ, ഞാൻ ഭക്തരെ കാര്യം അല്ലെങ്കിൽ സത്സംഗത്തിലുള്ളവരുടെ കാര്യം പറയുന്നില്ല, പൊതുവേ ഉള്ള ആൾക്കാർ എല്ലാവരും വീട്ടിലിരുന്ന് ടിവിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മൊബൈൽ മുഖാന്തരമോ എന്തെങ്കിലും പരിപാടി കണ്ടോണ്ടിരിക്കും. കണ്ട് 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 അങ്ങനെ അവർ കണ്ണടയുമ്പോൾ, ഉറക്കം വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ചെന്ന് ഉറങ്ങും. ഇത് കുറച്ച് ദിവസമാകുമ്പോൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. അവരുടെ മനസ്സാകുന്ന പാത്രം സാറ്റിസ്ഫാക്ഷൻ, ആത്മസംതൃപ്തി, ആ പാത്രം നിറഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ, എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ്, മക്കള് എല്ലാവരും ഉണ്ട് എൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്പേസിനകത്ത് കയറും. അപ്പൊ ഇന്ന് കാലത്ത് എല്ലാവരും എന്താ ചെയ്യണേ? ഒന്നാ ടി വി കാണും, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും, അങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റും. പെട്ടെന്ന് ആ ഒരു സാധനം നാളെ ഇല്ലാണ്ടാകുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഒരു ആത്മീകവാദി ഈശ്വര ചിന്ത കൊണ്ട് ആ പാത്രം നിറയ്ക്കുന്നതുകൊണ്ട് അയാള് സ്വാഭാവികമായിട്ട് ഉറങ്ങും. ചെറുപ്പക്കാർ ഇതിൽ നിന്നും ഒരു പടി അകലെയാണ്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? മദ്യപാനം, ലഹരി, അല്ലെങ്കിൽ സിനിമ, വേണ്ടാത്ത കുറെ ദുശീലങ്ങളിൽ പോയി എങ്ങനെയെങ്കിലും ആ പാത്രത്തിനെ നിറയ്ക്കാൻ ശ്രമിക്കുന്നു, പിന്നെ ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭഗവത്ഗീത പറയുന്നത്, നീ ആരാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ആരാ? എനിക്ക് തന്നെ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ 10, 12, 13 പേരുണ്ട്, 20 പേരുണ്ട്. ഈ 20 പേരെടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക. എപ്പോഴെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എന്താ ഇങ്ങനെ,
നമുക്ക് തന്നെ നമ്മുടെ ബിഹേവിയറും ക്യാരക്ടറും ഇഷ്ടപ്പെടാത്ത അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെടാണ്ട് വരുമ്പോൾ മറ്റുള്ളവരെങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടും? റൈറ്റ്. സോ ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാ, ഞാൻ എന്നെ തിരിച്ചറിയണം. ഇത് വളരെ അത്യാവശ്യമാണ്. ഒരു ഡ്രസ്സ് തയ്ക്കാൻ പോയാലും എനിക്ക് എൻ്റെ സൈസ് അറിഞ്ഞാലല്ലേ എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു കാറ് മേടിക്കാൻ പോയാൽ എൻ്റെ ബാങ്ക് ബാലൻസ് അറിഞ്ഞാലല്ലേ എനിക്കൊരു കാറ് മേടിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്നെക്കുറിച്ച് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഇതിനെയാണ് സംസ്കൃതത്തില് ആത്മസാക്ഷാത്കാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സെൽഫ് റിയലൈസേഷൻ. ഞാൻ ആരാ എന്ന് തിരിച്ചറിയുക. ഞാൻ ആര് എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ അടുത്തത് ആ ചോദ്യത്തിന്റെ എക്സ്റ്റൻഷനാണ് എൻ്റെ ബലമെന്താണ്, എൻ്റെ ബലഹീനത എന്താണ്. എൻ്റെ ബലം ഞാൻ അറിയുന്നതിനേക്കാളും പ്രാധാന്യം എൻ്റെ വീക്ക്നെസ് ഞാൻ തിരിച്ചറിയുന്നതാണ്. റൈറ്റ്. ഇതെല്ലാം ആത്മസാക്ഷാത്കാരത്തിന്റെ ചോദ്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് ഭഗവത്ഗീതയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരേ ഒരു ശ്ലോകത്തിന്റെ ഒരു വരി പറയാം. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതൊരു ഫേമസ് ശ്ലോകമാണ് ഗീതയിൽ. അതിൻ്റെ ഒരു വരി മാത്രം നമുക്ക് എടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സത്സംഗത്തിൽ ഉള്ള ഈ ഗ്രൂപ്പിലുള്ള 20 പേരിൽ ആർക്കെങ്കിലും ഓർമ്മപ്പെശകുണ്ടോ? എന്തെങ്കിലും സാധനം വെച്ച സ്ഥലത്ത് മറന്നു പോവുക, അല്ലെങ്കിൽ എവിടെ വെച്ചു എന്നറിയാതെ അന്വേഷിക്കുക, അങ്ങനത്തെ ഓർമ്മപ്പെശക് നമുക്കുണ്ടോ? ഓക്കെ, ഉണ്ട് അല്ലേ? ഓർമ്മപ്പെശകുണ്ട്. ചിലര് അത് ഡെയിലി ഒരു പണിയാണ്. എവിടെയെങ്കിലും സാധനം മറന്നു വെച്ച് എന്നും താക്കോൽ എവിടെ, എൻ്റെ പേഴ്സ് എവിടെ, അത് ഡെയിലി ചിലര്. ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, മുഖത്ത് കണ്ണട വെച്ചിട്ട് എൻ്റെ കണ്ണട എവിടെ എന്ന് അന്വേഷിക്കുന്ന അവസരമൊക്കെ ഉണ്ട്. ശരി, ഇതിപ്പോ നമ്മൾ മോഡേൺ സയൻസിൽ നോക്കിക്കഴിഞ്ഞാല് പറയും പ്രായമായി, അങ്ങനെയൊക്കെ ഇങ്ങനെ പല കാരണങ്ങൾ പറയും. പക്ഷെ ഗീത അതിമനോഹരമായി പറയുന്നുണ്ട്, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമഃ. ദേഷ്യം അധികമായി കഴിഞ്ഞാൽ മോഹാലസ്യം, ഒരു മനുഷ്യൻ ഇല്യൂഷന്റെ അടുത്ത് പോകും. ആ ഇല്യൂഷൻ, മോഹാലസ്യം, സമ്മോഹ സ്മൃതി വിഭ്രമഃ, ആ ഇല്യൂഷൻ അധികമാകുമ്പോൾ സ്മൃതി വിഭ്രമഃ, ഓർമ്മയ്ക്ക് ഒരു താളം തെറ്റ്. അപ്പൊ സിമ്പിൾ സയൻസ് ഭഗവത്ഗീത പറയാ, അതായത് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം വരുമ്പോൾ ഓർമ്മപ്പെശകുണ്ടാകും. വളരെ സിമ്പിൾ ലോജിക്കാണ്. അപ്പൊ ഈ ദേഷ്യം എന്ന് പറഞ്ഞാല് എല്ലാരും ദേഷ്യം പ്രകടിപ്പിക്കണം എന്നില്ല. ചിലര് ദേഷ്യം പ്രകടിപ്പിക്കും, പക്ഷെ ചിലര് ദേഷ്യം പ്രകടിപ്പിക്കില്ലെങ്കിലും ഉള്ളിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. പെട്ടെന്ന് മൂഡ് ഓഫ് ആവും. അന്ന് പിന്നെ അവർ ആരെടുത്തും സംസാരിക്കത്തില്ല, ഒറ്റയ്ക്ക് ഇരിക്കും, ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ഒന്നും പറയത്തില്ല. അതും ഒരു തരത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ്. ചില കൂട്ടര് ദേഷ്യം വന്നാല് പിന്നെ നിയന്ത്രണമില്ലാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് പറയും. അത് വേറെ തരത്തിലുള്ള ദേഷ്യ പ്രകടനമാണ്. അപ്പൊ ഇങ്ങനെ ദേഷ്യം കൂടുന്നവർക്ക് ഫസ്റ്റ് സിംറ്റം എന്താണ് എന്ന് വെച്ചാല് ഓർമ്മപ്പെശകുണ്ടാകും. ക്രോധാത് ഭവതി സമ്മോഹ, ദേഷ്യം ഇല്യൂഷനിലേക്ക് പോകും. സമ്മോഹ സ്മൃതി വിഭ്രമഃ, അടുത്തത് ഓർമ്മപ്പെശകുണ്ടാകും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ഓർമ്മപ്പെശകിലിരുന്ന് അവന്റെ ബുദ്ധി, ഇന്റലിജൻസിന് താളം തെറ്റും. ബുദ്ധിനാശാത് പ്രണശ്യതി, അവന്റെ ബുദ്ധി, ഇന്റലിജൻസ് നശിക്കും തോറും അവന്റെ ജീവിതം നഷ്ടമാകും.
ഞാൻ ഈ അടുത്ത കാലത്ത് പൂനെയിൽ നടന്ന ഒരു കാര്യം പറയാം. യങ് കപ്പിൾ പൂനെയിൽ അവരൊരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ്. തമ്മിൽ വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യമായി. ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ മറ്റാളെ വാക്കുതർക്കം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിക്കണം എന്നൊരു വാശി വരും. നമ്മൾ ചിലപ്പോൾ ബ്ലൈൻഡായിട്ട് ആർഗ്യുമെന്റിൽ ഇറങ്ങും. നമുക്കറിയാം നമ്മൾ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല, എന്നാലും വിടാതെ പറഞ്ഞത് തന്നെ പറയും. ആ ഓപ്പണന്റിനെ തോൽപ്പിക്കണമെന്നൊരു വാശി വരും ദേഷ്യം വരുമ്പോൾ. ആ ദേഷ്യത്തിന്റെ ഇടയ്ക്ക് ആ മനുഷ്യൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു സെക്കൻഡിന്റെ മിസ്റ്റേക്കാണ്. എന്താണ്? തൻ്റെ 1 വർഷ പ്രായം പോലും ആകാത്ത കുട്ടിയെ തൂക്കി ജന്നലിൽ കൂടെ പുറത്തിട്ടു. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആ വ്യക്തി ചെയ്ത തെറ്റാണ്. പിന്നെ അയാൾ തന്നെ അയ്യോ എന്ന് ഞാൻ എന്ത് മണ്ടത്തരവാ ചെയ്തത് എന്ന് ചിന്തിക്കുന്ന മുമ്പേ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. നമ്മളെ ഡ്രൈവിംഗ്, കാർ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു ഹൈവേയിൽ ഡ്രൈവിംഗ് ചെയ്യുന്നത് പോലെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ വണ്ടി നല്ലോണം, എത്ര വിദഗ്ധരായ വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും അതിവേഗത്തിൽ പോകുന്ന സമയത്ത് ഒരു അല്പം അവൻ്റെ ശ്രദ്ധയൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന നഷ്ടം നിയന്ത്രിക്കാൻ പറ്റില്ല. ദേഷ്യവും അതുപോലെയാണ്. പുരാണങ്ങൾ പറയുന്നു വീണയുടെ കമ്പി പോലെയാ മനസ്സ്. ഈ വീണയുടെ കമ്പിയെ ഒരുപാട് ടൈറ്റ് ചെയ്താൽ കമ്പി പൊട്ടിപ്പോകും. ഒരുപാട് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, എല്ലാം അത് തന്നെയാണ്. വയലിന്, വീണ, ഗിറ്റാർ, എല്ലാ വാദ്യോപകരണവും സിദ്ധാന്തം ഒന്ന് തന്നെയാണ്. ഈ കമ്പിയെ അധികം മുറുക്കിയാൽ കമ്പി പൊട്ടിപ്പോകും. കമ്പിയെ ലൂസാക്കി വിട്ടാൽ അതില് നാദം വരില്ല. നോട്ട് ടു ലൂസ്, നോട്ട് ടു ടൈറ്റ്, ജസ്റ്റ് റൈറ്റ്. ഒരുപാട് കമ്പി ലൂസാവാനും പാടില്ല, ആ കമ്പി ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. എപ്പോഴും ശരിക്കും ഉണ്ടാകണം. ഏത് വ്യക്തിക്കാണോ അവൻ്റെ മനസ്സിനെ ആദ്യം ഒരു സമഭാവന, സമനിലയിൽ നിർത്താൻ അറിയാവുന്നത്, ആ വ്യക്തിക്ക് മാത്രമേ ഞാൻ ആരെന്ന് തിരിച്ചറിയാനേ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എൻ്റെ മനസ്സിനെ വീണയുടെ കമ്പി പോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ലോകം അതിന് സമ്മതിക്കില്ല. ഒരു ദിവസം ലോകം നമ്മളെ ഒരുപാട് പുകഴ്ത്തും, അടുത്ത ദിവസം ലോകം നമ്മളെ കുഴിക്കകത്തിട്ട് ചവിട്ടും. തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനച്ചിത്. സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഒരുപോലെ ഉള്ള ഒരു മനസ്സ്. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു ഗ്രാമത്തിലിരുന്ന് ഇനിയൊരു ഗ്രാമത്തിലേക്ക് പോയപ്പോ കുറേ പേര് പരിഹസിച്ചു, ഒത്തിരി പേര് പരിഹസിച്ചു. ശ്രീബുദ്ധൻ ഒന്നും പ്രതികരിക്കാതെ വളരെ സമഭാവനയോട് നടന്നു. അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ മധുരപലഹാരം കൊടുത്ത് ബുദ്ധനെ സ്വീകരിച്ചു. ബുദ്ധൻ പറഞ്ഞു എനിക്ക് മധുരം അധികം വേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ച് അതിനെ നിഷേധിച്ചു. ശിഷ്യന്മാര് ബുദ്ധന്റെ അടുത്ത് ചോദിച്ചു, എന്നാലും അവർ എന്തുമാത്രം അസഭ്യം പറഞ്ഞു, എന്തുമാത്രം അങ്ങയെ പരിഹസിച്ച് കളിയാക്കി, അങ്ങ് ഒരക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ലല്ലോ അല്ലേ? നമ്മളെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കും ദേഷ്യം വരും. അത് വാക്കുകളിൽ കൂടെ പ്രവൃത്തിയിൽ കൂടെ നമ്മളത് തിരിച്ചു കാണിക്കും. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഈ ഗ്രാമത്തിൽ എനിക്ക് മധുരം കൊണ്ടുവന്ന് തന്നു. എനിക്ക് മധുരം ഇഷ്ടമല്ല, ഞാൻ മധുരം അധികം കഴിക്കാറും ഇല്ല. ഞാൻ ആ മധുരം നിഷേധിച്ചു, വേണ്ട എന്ന് അവർക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, അതിനും ഇതിനും എന്താ ബന്ധം? ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്താ, അങ്ങ് തരുന്ന മറുപടി എന്താണ്? ഞങ്ങളുടെ ചോദ്യം, ആൾക്കാർ ഇത്രയും മോശമായി സംസാരിച്ചിട്ടും അങ്ങ് ഒരക്ഷരം പ്രതികരിച്ചില്ലല്ലോ, അതല്ലേ ഞങ്ങളുടെ ചോദ്യം. ബുദ്ധന്റെ മറുപടി എന്താ? ഇവര് മധുരം തന്നു, എനിക്കിഷ്ടമല്ല, ഞാൻ തിരികെ കൊടുത്തു.
അപ്പൊ ബുദ്ധൻ പറഞ്ഞു, അതിൽ തന്നെ മറുപടി ഉണ്ട്. എന്താണ്? അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കത് ഇഷ്ടവുമല്ല, ഞാനത് സ്വീകരിച്ചിട്ടും ഇല്ല. അത് അവിടെ തന്നെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ വന്നു. ഞാൻ അതിനെ ഉൾക്കൊണ്ടില്ല. ഇങ്ങനെ ഒരു മനസ്സ് എന്ന് എത്തുമോ അവിടെ വെച്ചാണ് ഞാൻ ആരാന്ന് തിരിച്ചറിയുന്നത്. ഈ മനസ്സാകുന്ന കണ്ണാടി. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഞാൻ എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ വൃത്തിയാക്കി കൊണ്ടിരിക്കല. ഇതാണ് ആദ്യത്തെ ഗീതയുടെ പടി. അതും ഗീത പറയുന്നുണ്ട്, കണ്ണാടി 3 തരത്തിലാ വൃത്തിയാക്കുക. ഒന്ന്, കണ്ണാടി അഗ്നിയുടെ മീതെ പുകയുള്ളത് പോലെ, ധൂമേര അഗ്നി. അഗ്നി ഈ പണ്ട് കാലത്തൊക്കെ ഈ അടുപ്പ് കത്തിച്ചല്ലേ പാചകം. ആ ഒരു കാലഘട്ടമൊക്കെ പോയി അല്ലേ. പിന്നെ അതൊക്കെ എണ്ണയായി, വിറകായി, എണ്ണയായി, പിന്നെ ഗ്യാസായി, ഇപ്പോൾ ഇലക്ട്രിക്കായി, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു. ആ അടുപ്പ് കത്തിക്കുന്ന ഒരു കാലഘട്ടത്ത് പുകയുണ്ടാകുമ്പോൾ ഒന്ന് ഊതി 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 പുകയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന അഗ്നിയെ കൊണ്ടുവരിക. ഇത് ചിലർ ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തത്, കണ്ണാടിയിൽ പൊടി പടിഞ്ഞതുപോലെ അത് ഊതിയാ പോവില്ല, ഒന്ന് തുടയ്ക്കണം. മൂന്നാമത്തത്, ഗർഭത്തിനകത്തുള്ള കുഞ്ഞിനെ പോലെ ഊതിയാലും കാണില്ല, തുടച്ചാലും കാണില്ല, 10 മാസം കഴിഞ്ഞാലേ ആ കുഞ്ഞിനെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ 3 വ്യത്യസ്ത മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത്. 3 വ്യത്യസ്ത തലത്തിലാണ് അഴുക്ക്. ചിലര് വളരെ സാത്വികന്മാരാ. നമ്മുടെ രാജഗോപാൽജിയെ പോലെ. അദ്ദേഹം ഓൾറെഡി എന്തൊക്കെയോ ഒക്കെ ചെയ്തോണ്ടിരുന്നു, നമ്മളുമായിട്ട് പരിചയപ്പെട്ടു, അങ്ങനെ ഭഗവത്ഗീത, ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളെ മുറുകെ പിടിച്ചു. അപ്പോ എന്താണ്, ജസ്റ്റ് ഒരു വഴി എത്തണം, ഒരു വാതിലൊന്ന് തുറക്കണം, അത്രയേ ഉള്ളൂ, മുറുകെ പിടിച്ചു. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അഗ്നിയെ ചുറ്റി പുകയുള്ളത് പോലെ. പുകയൊന്ന് മാറിയാൽ തീ വരും. വേറെ ചിലർക്ക് കുറച്ചും കൂടെ എന്താണ് ഒരു തടസ്സങ്ങൾ ഉണ്ടാകും. കണ്ണാടിയുടെ മീതെ പൊടി, കണ്ണാടി ഒന്ന് മെനക്കെട്ട് കുറച്ചൊന്ന് തുടച്ചു കൊടുക്കുമ്പോൾ മുഖം കാണാൻ പറ്റും. ചിലര് ഗർഭത്തിലുള്ള കുഞ്ഞിനെ പോലെയാ, പറഞ്ഞാലും കേൾക്കില്ല, ചെയ്താലും ഇല്ല, കുറച്ചു കാലം കഴിഞ്ഞാലേ ആ കുട്ടിയെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ പല മനോനിലവാരം, വ്യത്യസ്തമായ മനസ്സുകൾ ഉള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഗീതയിലും പറയുന്നു, ഭാഗവതത്തിലും പറയുന്നു, അർജുന, നിന്റെ ശത്രു നീ തന്നെയാ, വേറെ ആരുമില്ല. നമ്മുടെ എല്ലാവരുടെയും ശത്രു നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മളെ ഒരാൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം മനസ്സ് ഓർമ്മിപ്പിച്ച് പറയും, ഇന്നലെ അദ്ദേഹം നിന്നെ വഴക്ക് പറഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോൾ മനസ്സ് അദ്ദേഹത്തിനെ കാണുമ്പോൾ പറയും, ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹമാ വഴക്കുണ്ടാക്കിയത്. 1 കൊല്ലം കഴിയുമ്പോൾ മനസ്സ് പറയും, ഓർമ്മയുണ്ടോ, കഴിഞ്ഞ കൊല്ലം ആ പരിപാടിയുടെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയ ആൾ ഇതാ. ആ കക്ഷി എത്ര തവണയാ വഴക്കുണ്ടാക്കിയത്? ഒരേ ഒരു പ്രാവശ്യം. എന്നാൽ നമ്മുടെ മനസ്സോ അതിനെ റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലേ. മനസ്സാണ് ഏറ്റവും വലിയ ശത്രു. ആ മനസ്സ് 3 നിലവാരത്തിലാ. വളരെ സിമ്പിളായിട്ടുള്ളവരുണ്ട്, കണ്ണാടിയുടെ മീതെ പൊടിയുള്ളത് പോലെയുള്ള കാറ്റഗറി ഉണ്ട്, ഗർഭത്തിനകത്ത് ശിശുവുള്ള 3ാമത്തെ നിലവാരത്തിലുള്ളവരും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ആ മനസ്സാകുന്ന വീണക്കമ്പിയെ ഒരുപാട് ടൈറ്റ് ചെയ്യാനും പാടില്ല, ഒരുപാട് ലൂസ് ചെയ്യാനും പാടില്ല, അതിനെ പിടിക്കുക. അപ്പൊ അതെന്താ സ്റ്റെപ്പ്? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടഷു കർമ്മഷു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആത്മീകം തുടങ്ങുന്നത് ആഹാരത്തിൽ ഇരുന്നാണ്. അധികം കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിക്കാൻ പാടില്ല. അധികം എരിയും പുളിയും പാടില്ല,
ഒട്ടുമേ ഇല്ലാത്തതും പാടില്ല. പിന്നെ മത്സ്യമാംസാദികള്, മദ്യപാനം, അങ്ങനത്തെ ഭക്ഷണം എല്ലാ ശാസ്ത്രവും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആധ്യാത്മിക ഒരു മനസ്സിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായ സസ്യാഹാരിയായി മാറണം. സസ്യഭക്ഷണങ്ങൾ കഴിച്ച് മാറണം. അതും എങ്ങനെ? ഉള്ള എരിയും പുളിയും ഒക്കെ ചിലരൊക്കെ ഭയങ്കര എരിയോടെ കഴിക്കും. ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, എരി പോരെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പച്ചമുളകും വെച്ച് കടിച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. കടി കൂടെയും മൂക്കി കൂടെയൊക്കെ വെള്ളം വരും, എന്നാലും തുടച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ രജോ ഗുണം. അപ്പൊ മിതമായ ആഹാരം അതൊക്കെ പ്രകൃതി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ പകുതി വയറോളം കഴിക്കുമ്പോൾ വയറ്റിനകത്തിരുന്ന ഒരു സൗണ്ട് വരും, എന്നൊരു സൗണ്ട് വരും. അപ്പൊ വയറ് പറയാ, മതിയാക്കൂ, നിനക്ക് ആവശ്യമായത് നീ കഴിച്ചു കഴിഞ്ഞു. ഈ സൗണ്ട് വന്നതിന് ശേഷം ഒരു മലയാളി 2 കുറ്റി പുട്ടും കൂടെ കഴിക്കും. അപ്പൊ അടുത്ത സൗണ്ട് വരും, വലിയൊരു സൗണ്ട് വരും. അപ്പൊ വയറ് പറയാ, ഇനി ഒന്നും ഇടല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല. അതിനുശേഷം 2 നേന്ത്രപ്പഴം കൂടെ കഴിക്കും. പ്രകൃതി തന്നെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, നമുക്ക് എത്ര ആവശ്യം എത്ര ആവശ്യമില്ല. അപ്പൊ സസ്യാഹാരം, മാംസഭക്ഷണമോ മത്സ്യമാംസാദികളോ, പിന്നെ എന്താ പറയാ, ഇന്നത്തെ മോഡേൺ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ കുമിൾ, അതിനെന്താ പറയാ, മഷ്റൂം, അങ്ങനത്തെ ഇതെല്ലാം വന്നിട്ട് സാത്വികമായ ആഹാരമല്ല. മഷ്റൂം എന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് ആണ്. അഴുക്കിലുണ്ടാകുന്ന ഫംഗസ് ഫാമിലിയാണ് ഇതെല്ലാം. അപ്പൊ ഇത്തരം ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി ധാന്യങ്ങള്, പഴങ്ങള്, പച്ചക്കറികള് അതൊക്കെ പാചകം ചെയ്ത് അത് ഭഗവാന് സമർപ്പിച്ചിട്ട് ഉള്ള ഒരു ഭക്ഷണം, അതാണ് സാത്വികമായ ഭക്ഷണം കഴിക്കുക. പിന്നെ ഉറക്കം, അമിതമായ ഉറക്കവും പാടില്ല, എന്നാൽ ഉറങ്ങാത്ത അവസ്ഥയിലിരിക്കുക. ഇതൊരു വീണയുടെ കമ്പിയാണ്. അധികം ഉറങ്ങിയ, ഇപ്പോൾ ഒരു 7-8 മണിക്കൂറിന് ശേഷമൊക്കെ ഉറങ്ങിയാൽ അവരന്ന് ഫുൾ ഡേ അങ്ങനെ ഡള്ളായിട്ട് തന്നെ ഇരിക്കും. ഉറക്കം ശരിയായില്ലെങ്കിലോ ഈ മനസ്സിന്റെ വേവ്സ് കറക്റ്റ് വർക്ക് ചെയ്യുകയില്ല. അധികം ഉറങ്ങാനും പാടില്ല, എന്നാൽ ഉറങ്ങാതെ ഇരിക്കാനും പാടില്ല. 6 മുതൽ 7 മണിക്കൂറാണ് ഒരാൾക്ക് വളരെ ബോഡിക്ക് ആവശ്യമായ ഉറക്കം. 6 to 7, അതിൽ കൂടിയാലും പ്രശ്നമാണ്, 5ന്റെ താഴെ പോയാലും പ്രശ്നമാണ്. ഉറക്കം, ആഹാരം, കർമ്മം, ജോലി ചെയ്യുക. അമിതമായി ജോലി, അതായത് ചിലർ ഇംഗ്ലീഷിൽ പറയും വർക്ക് ഈസ് വർഷിപ്പ്, വർക്ക് ഹോളിക്, അങ്ങനെ എന്തൊക്കെയൊക്കെ പറയും. ജോലി 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 ജോലി, അങ്ങനെ അവൻ ജീവിതത്തിന്റെ പല സന്തോഷങ്ങളെ നശിപ്പിക്കുകയും പലതരത്തിലുള്ള അസുഖങ്ങളെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. മിതമായ കർമ്മം, യുക്ത ആഹാര, യുക്ത സ്വപ്ന, യുക്ത കർമ്മ, മിതമായ കർമ്മം, ഇതൊക്കെയാണ് ഒരു ലൈഫ് സ്റ്റൈൽ. അതിൻ്റെ കൂടെ വളരെ പ്രധാനം എന്താണ്? ദിവസമുള്ള നാമജപം, മന്ത്രഹ. മന്ത്ര, മൻ എന്ന് വെച്ചാൽ മനസ്സ്, ത്ര എന്ന് വെച്ചാൽ ത്രായത്തെ, എക്സസൈസ്, മൈൻഡിന്റെ എക്സസൈസ്. ശരീരം നന്നായി നിലനിർത്താൻ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് പോലെ മനസ്സിന്റെ എക്സസൈസ് ആണ് മന്ത്രഹ. ത്രായത്തെ ഇതി മന്ത്ര മനഃ, മനസ്സിനെ ത്രാണനം ചെയ്യുന്നതത്രേ മന്ത്രം. അത് മനസ്സിന്റെ എക്സസൈസ്. അതിന് ഉപരി ഭഗവാന്റെ നാമമായതുകൊണ്ട് അത് നമ്മളെ വളരെ ഉന്നതമായി ഭഗവാൻ, അതായത് ഒന്ന് മനസ്സിന്റെ എക്സസൈസ്, ഇനിയൊന്ന് അത് നമ്മളെ കൊണ്ടുപോയി ഭഗവാന്റെ അടുത്ത് അടുപ്പിക്കുകയും ചെയ്യും. അപ്പോ ഇതെല്ലാമാണ് ഗീതയുടെ ബേസിക്. ഞാൻ ആദ്യം തൊട്ട് പറയാം, ഇതൊരു കണ്ണാടി. ഗീതയിൽ കൂടെ നമ്മളെ തിരിച്ചറിയും,
ഭാഗവതത്തിൽ കൂടെ ഭഗവാനെ തിരിച്ചറിയും. ഇത് രണ്ട് കണ്ണാടിയാണ്. തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ബലമെന്താണ്, എൻ്റെ ബലഹീനം എന്താണ് എന്നറിയുക. അപ്പോൾ അതറിയേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ മനസ്സിനെ ഞാൻ തിരിച്ചറിയുക, ആ മനസ്സിനെ എങ്ങനെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സബ്ജക്റ്റാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. എങ്ങനെ ശരീരത്തിന് അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകുമോ, അതുപോലെ മനസ്സിന്റെ അസുഖത്തിന്റെ ഒരു ചികിത്സയാണ് ഭഗവത്ഗീത. കാരണം ശരീരത്തിനേക്കാളും മനസ്സിന് പ്രാധാന്യം കൂടുതലാണ്. കണ്ണുവേദന ആരെങ്കിലും ആത്മഹത്യ ചെയ്യോ? വയറുവേദന ആത്മഹത്യ ചെയ്യോ? ഇല്ല. കൈ ഒടിഞ്ഞാൽ പോലും കൈ കെട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കും. എന്നാൽ മനപ്രയാസം വന്നാലോ എത്രയോ പേര് ആത്മഹത്യ ചെയ്യും. ഈ ശരീരത്തിനേക്കാളും പ്രാധാന്യം മനസ്സിനാണ്. അതുകൊണ്ട് ആ മന്ത്രജപം അത്രയും പ്രാധാന്യം. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, ജപിച്ച് തുടങ്ങാത്തവർ ദിവസം ഒരു മാലയെങ്കിലും ജപിക്കുക. ഒരു മാല ജപിക്കുന്നവർ ക്രമേണ അതിനെ 4 മാലയിലേക്ക് ഉയർത്തുക. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും. പിന്നെ